ഷാനി മോളെ, ആരാ വന്നിക്കണ നോക്ക്. ആ, ആരാ ഈ നേരം കൊടുക്കുമ്പോ തന്നെ. ആ മൂത്തുമ്മ, താത്ത, വരി ഉള്ളിക്ക് വരി. ആ, ഉമ്മ ഇല്ലേ ഇവിടെ? ഉമ്മ ഉള്ളിലുണ്ട്, എന്തോ പണിയിലാ തോന്നണു. ഉമ്മ, മൂത്തുമ്മയും താത്തയെ വന്നിക്കണേ. മൂത്തുമ്മ ഇരിക്കേ. ആ ആ ആ എന്ത് താത്ത ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട്? ആ, ഒന്നുമില്ല, ഇവിടെ അടുത്ത് വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പൊ ഇവിടെയും കൂടി ഒന്ന് കേറിയിട്ട് പോകാലോ എന്ന് പറഞ്ഞിട്ട് വന്നതാ. ആ, എന്നാ ചായ വെക്കട്ടെ ഞാന്. പാലുണ്ടോ തോന്നണില്ല, കട്ടൻ മതിയോ? ചായ ഒന്നും വെക്കണ്ട ഇളാമ്മ. ഷാനിന്റെ പഠിത്തൊക്കെ എന്തായി? ഇപ്പൊ എന്തിനാ പോണ്? ആ, അവളിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ആയി. ഇപ്പൊ PSC കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. അവളുടെ വാപ്പാന്റെ ഒരേ നിർബന്ധമാണ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലി തന്നെ ചെയ്താൽ മതി എന്ന്. അതാകുമ്പോ നാലാളുടെ മുമ്പിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവുമല്ലോ. നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? നീ ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കന്നെ? നീ വെറുതെ ഇങ്ങനെ MBBS സ്വപ്നം കണ്ടോണ്ടേ വെറുതെ ഇങ്ങനെ കൊല്ലങ്ങൾ കളയാണ്ട് എന്തെങ്കിലും ചെറിയ കോഴ്സ് എടുത്ത് പഠിക്കായിരുന്നില്ലേ? അതായിരുന്നെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരു ജോലിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു. ആ, അതും കൂടി പറയാന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ ഇവൾക്ക് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേ ജോലി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പൊ ലെറ്റർ വന്നതേ. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും ശരിയാക്കാണ്ടായിരുന്നു. നിന്റെ അടുത്ത് അതൊന്ന് പറയുകയും ചെയ്യാലോ പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ ഇവിടുത്തെ ഹോസ്പിറ്റലിലോ? ഡോക്ടറായിട്ടാ? ആ, അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. അതെ, ഇത് പറയാനാ ഇപ്പൊ രണ്ടാളും കൂടി വന്നേലേ. ഞാനും വിചാരിച്ചു നിങ്ങൾ രണ്ടാളും കൂടി വന്നു എന്ന് പറഞ്ഞപ്പോഴേ ഇവളുടെ കല്യാണം എന്തെങ്കിലും ശരിയായിട്ടുണ്ടാവും, അത് പറയാൻ വന്നതായിരിക്കും. ആ, ഇനി കല്യാണമൊക്കെ നോക്കണം. ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളൊരു വാശിയായിരുന്നു അവൾക്ക്. ഇപ്പൊ ജോലി ആയില്ലേ, ഇപ്പൊ അവൾക്ക് പറ്റിയ ആളിനെ അവൾ തന്നെ വേണമെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ. അതിലൊന്നും എനിക്കൊരു വിരോധവും ഇല്ല. അവള് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണണം, അത്രേ എനിക്കുള്ളൂ. ആ, അത് ശരിയാ. ഇനിയിപ്പോ ഇവിടെ ജോയിൻ ചെയ്തു പറഞ്ഞാല് ദിവസം ഇത്രയും ദൂരമൊക്കെ പോയിട്ട് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവുമല്ലോ അല്ലെ? ദിവസം ഒന്നും വന്നിട്ട് പോക്ക് നടക്കില്ല. എന്താ ദൂരം പറഞ്ഞിട്ടാണ്? ഇവിടെ ഹോസ്പിറ്റലിന്റെ അടുത്തേ ഒരു വീട് എടുത്തിട്ടുണ്ട്. ഞാനും അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ ഞാനും കൂടി ഇവിടെ വീടിന്റെ കൂടെ വന്ന് നിൽക്കാലോ എന്ന് പറഞ്ഞിട്ടാണേ. അതാകുമ്പോ ഇവൾക്ക് ഒരു സഹായം ആവുമല്ലോ. എന്തിനാ ഇപ്പൊ വാടകയ്ക്കൊക്കെ വീടെടുക്കാൻ നിന്ന്? ഇവിടെയൊക്കെ എന്താ വാടക പറഞ്ഞിട്ടാന്നറിയോ? നിനക്ക് ഇവിടെ വന്ന് നിക്കായിരുന്നില്ലേ അപ്പൊ? വാടകയ്ക്കല്ലേ അമ്മ. ഹോസ്പിറ്റലിന്റെ അടുത്ത് നല്ല സൗകര്യമുള്ള വീട് കിട്ടിയപ്പോഴേ നമ്മൾ വാങ്ങിച്ചു. വീട് മേടിച്ചോ? ആ, അപ്പൊ അവിടുത്തെ വീട് എന്താ കാട്ടിയത്? അത് വിറ്റിട്ടായിരിക്കും ഇവിടെ വാങ്ങിയിട്ടുണ്ടാകുക അല്ലേ? ഞാനിതൊന്നും അറിഞ്ഞില്ല കേട്ടോ, എന്റെ അടുത്തൊന്നും പറഞ്ഞൂല്ല. അത് വിറ്റിട്ടൊന്നുമില്ല. അതിന് അവിടെ ആരെങ്കിലും വാടകയ്ക്ക് ചോദിച്ചു പറഞ്ഞ് കൊടുക്കണം പറഞ്ഞിട്ടാണ്. അതാവുമ്പോ കേടുപാട് പിടിച്ച് പോവുകയും ചെയ്യില്ല, മാസത്തിലൊരു വരുമാനം ആവുമല്ലോ. അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ആ, അതൊക്കെ ശരി തന്നെ. എന്നാലും എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. ഇത്രയും ചെറുപ്പത്തിൽ ഒരു സർക്കാർ ജോലിയും സ്വന്തമായിട്ട് ഈ ടൗണിലൊക്കെ വന്നിട്ട് ഒരു വീട് വാങ്ങാന്ന് പറഞ്ഞ ഒരു ഭാഗ്യമുള്ള കാര്യമാണ്. നീ എന്തായാലും നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് കേട്ടാ. ഷാനി മോളെ, നീ എന്തൊക്കെ നോക്കി നിക്കണത്? അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. അവിടെ മുന്തിരി ഉണ്ട് ഫ്രിഡ്ജില്, അതുകൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് വായോ. ആ, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് വന്നതേ. കഴിച്ചോ? എന്തിനാ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കാൻ നിന്ന് ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ? ഒന്ന് വിളിച്ചു പറഞ്ഞാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ വാങ്ങി വെക്കായിരുന്നില്ലേ? അതൊന്നും കുഴപ്പമില്ല എളാമ്മ. എന്തിനാ വെറുതെ എളാമാനെ ബുദ്ധിമുട്ടിക്കുന്നു വിചാരിച്ചു. എളാമ്മക്ക് ഇവിടെ ഓരോ ചെലവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇനിയിപ്പോ ആ ജ്യൂസ് എടുത്തിട്ട് ഷാൻ്റെ അടുത്ത് കുടിക്കാൻ പറഞ്ഞോളി. നീ എന്താ അങ്ങനെ പറഞ്ഞേ? നീ ആ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് പെരുമാറുകയാണ് അല്ലേ? എനിക്ക് അങ്ങനെ തോന്നിട്ടോ. അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുകളാമ്മ. അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ അന്ന് ഇവിടെ നടന്നത്. എന്നാലേ നമ്മൾ ഇരിക്കണില്ല, അങ്ങോട്ട് പോകാൻ നോക്കട്ടെ. പോയിട്ട് കുറെ കാര്യങ്ങൾ ഉള്ളതാണ്. ഷാനി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ആ, ശരി താത്ത. പോട്ടേളാമ്മ. അമ്മ വരി. എന്താ പണിത് നിലയും പോറും? ഒരു ജോലി കിട്ടിയപ്പോഴേക്കും അതും പറഞ്ഞ് വലുതാകാലോ എന്ന് പറഞ്ഞിട്ട് വന്നിക്കേ രണ്ടാളും കൂടിയിട്ട്. അവിടെ നിൽക്കുമ്പോ പാവം പിടിച്ച പോലെ ഒരു പെണ്ണായിരുന്നു. എന്റെ അമ്മമാരുടെ സ്വഭാവം എങ്ങനെ? അത് ഉമ്മാന്റെ സ്വന്തം താത്തി മകളും അല്ലേ? ആരാടി പറഞ്ഞ അതെന്റെ സ്വന്തം താത്തിയാണെന്നുള്ളത്? നിനക്ക് വല്ലതും അറിഞ്ഞിട്ട് നീ കൂട്ടം കൂട്ടുന്നത്? എന്റെ വീട്ടിൽ പണിക്ക് നിന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അതിന്റെ മകളാണ് അവള്. ചെറുപ്പത്തിലേ അവളുടെ ഉമ്മ മരിച്ചു. അപ്പൊ എന്റെ ഉമ്മാക്കും വാപ്പാക്കും തോന്നിയ സഹതാപാണ്. അതപ്പൊ അവള് എന്റെ താത്തിയായിട്ട് ഇങ്ങനെ വെൽസിയും കൂടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഹങ്കാരം കാണ്ടി വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ മുണ്ടാണ്ടിരിക്കണല്ലേ? മൂത്തുമ്മ ഉമ്മാനെ സ്വന്തം അനിയത്തിയായിട്ട് തന്നെ കാണുന്നത്. ഉമ്മ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വൈരാഗ്യം കാണിച്ചുകൊണ്ട് നടന്നാലേ പടച്ചോൻ ഏതെങ്കിലും കാലത്തിൽ എന്തെങ്കിലും രീതിയിൽ നമ്മളെ പരീക്ഷിക്കും കേട്ടോ.
പിന്നെ ഉമ്മ ഇങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടല്ലേ താത്ത അങ്ങനെയൊക്കെ പറഞ്ഞത്. ഉമ്മ താത്ത ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ കാട്ടിയിട്ടുണ്ടതിനെ. പാവം. നീ വെറുതെ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ടേ, മര്യാദയ്ക്ക് പോയി അഡ്മിഷൻ പഠിക്കാൻ നോക്കിയോ. നീ എന്ത് തലകുത്തി പഠിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഗവൺമെന്റ് ജോലി തന്നെ നീ വാങ്ങണം. അതെന്റെ വാശിയാണ്. അങ്ങനെ അവള് വലിയ ജോലിക്കാരിയായിട്ട് എന്റെ മുമ്പിൽ ആളാകാൻ നടക്കണ്ട. ഉമ്മ എന്തെങ്ങനെ? ഈ ഉമ്മ ഒരു കാലത്ത് നന്നാവില്ല തോന്നുന്നുണ്ട്. എത്ര വലിയ വീടാ അവള് വാങ്ങിയിരിക്കുന്നത്. ആ പരിസരത്തുള്ള ഏറ്റവും വലിയ വീട് അത് എന്റെയാണ്. അത് മാത്രാണ് ഇന്നത്തെ ഈ പരിപാടിക്ക് തന്നെ നല്ലൊരു പൈസ ചെലവായിട്ടുണ്ടാവും. ഗംഭീര പരിപാടി ഇല്ലായിരുന്നോ? ഇതിന് മാത്രമുള്ള പൈസയൊക്കെ എവിടെന്നാ ഇപ്പൊ തീർക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോ അതിൽക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവോ? എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. നമ്മൾ പോയി ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കും. ഇതൊന്നും പോരാണ്ട് ഒരു ഗവൺമെന്റ് ജോലിക്കാരനല്ലേ ഭർത്താവായിട്ട് കിട്ടിയത്. പെണ്ണ് കാണും പോലെയല്ല സാധനം. ഇങ്ങനെ ഇരുന്നിട്ട് ഒക്കെ കൈക്കലാക്കിയില്ലേ. അങ്ങനെ കുട്ടികളെ അല്ലാണ്ട് നിന്നെ പോലെ അല്ല. ഓ എന്തെങ്കിലുമൊക്കെ ആവട്ടമ്മ. നമ്മൾ എന്തിനാ അതൊക്കെ അറിയാൻ പോണ്. അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കി. എങ്ങനെയടി ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്? നീയും കൂടി കണ്ടതല്ലേ അവിടെ വന്നവർക്ക് അവളിങ്ങനെ പൊക്കി പിടിച്ചും കൊണ്ട് നടക്കുന്നത്. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പെരുവേലിലൊന്നും കൂടെ അരിച്ചു കയറിയായിരുന്നു. ഉമ്മാക്ക് അസൂയേ ഇല്ല അല്ലേ? അവരൊരു കാലത്ത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പടച്ചോൻ കൊടുക്കുന്നതായിരിക്കും ഈ ഉയർച്ചയൊക്കെ. ഉമ്മാന്റെ ഈ കുശുമ്പും പുന്നായ്മയും കൊണ്ട് എനിക്കൊന്നും ഒരു കാലത്ത് ഇതുപോലെ ജോലി കിട്ടും തോന്നുന്നില്ല. നീ ഒന്ന് പോടി അവിടുന്ന്. നീ ശ്രദ്ധിച്ച് പഠിക്കാത്തോണ്ട് തന്നെയാണ് എനിക്കൊരു ജോലി കിട്ടാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. കുട്ടികളായാലേ സ്വന്തമായിട്ട് ജോലി വേണമെന്നും എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ചിന്ത വേണം. മറ്റുള്ളവർ നന്നാവുന്നു നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നാലേ എനിക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അവള് ശ്രദ്ധിച്ച് പഠിക്കേണ്ടേ, എന്നെ ഉപദേശിക്കേണ്ടിയിരുന്നു. നിന്റെ പണി നോക്കി പോയി പഠിക്കാൻ നോക്കരുത്. എന്ത് നീ കാട്ടുന്നതൊന്ന് വേ നോക്ക്. ഉമ്മാ ഞാൻ നോക്കണുണ്ടല്ലോ, നിങ്ങളൊന്ന് സമാധാനപ്പെടി. എന്തായിടി ഇപ്രാവശ്യം ലിസ്റ്റിൽ വന്നിട്ടില്ല? എന്തൊരു കഷ്ടാ നോക്കാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. നിനക്ക് മര്യാദയ്ക്കൊന്ന് പഠിച്ചാൽ എന്താണ്? നീ എന്നെ നാണം കെടുത്തിട്ട് അടങ്ങുള്ളൂ അല്ലേ? ഞാൻ പഠിക്കണൊക്കെ ഉണ്ടുമ്മ. ലിസ്റ്റിൽ വരാത്ത ഞാൻ എന്ത് ചെയ്യണ്? ഞാൻ മാത്രമൊന്നുമല്ലല്ലോ എക്സാം എഴുതണം. ഇനിയിപ്പോ ഇത് നോക്കിയും കൂടി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും വല്ല പ്രൈവറ്റ് ജോലി കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. ആ പൂതി നീ മനസ്സിൽ വെച്ചാൽ മതിട്ടാ. ഇത്രയും കാലം ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നീ ഒരു പ്രൈവറ്റ് ജോലിക്ക് പോകുകയെ. ആ ആൾക്കാർക്ക് പറഞ്ഞു തീർക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അറ്റ കൈക്ക് ഞാൻ അതിനെ ചെയ്യും, നോക്കിക്കോ. ഉമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ നിന്നെ ഒരു സർക്കാർ ജോലിക്കാരനെ കൊണ്ട് അങ്ങോട്ട് കെട്ടിക്കും. അതന്നെ. എനിക്ക് ഇനി സർക്കാർ ജോലി കിട്ടും പറഞ്ഞുകൊണ്ട് ഇരുന്നാലേ ഞാൻ ഇരിക്കന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് ഇപ്പൊ തന്നെ ഒന്നും കല്യാണം വേണ്ടാട്ടമ്മ. എന്തെങ്കിലും ജോലി ആവട്ടെ എന്നിട്ടൊക്കെ മതി. നിനക്ക് എന്ത് ജോലി കിട്ടും പറഞ്ഞിട്ടാണ് ഞാൻ കാത്തിരിക്കേണ്ടത്? ഏ നോക്ക്, ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ നീ എന്നെ ജീവനോട് കാണില്ല. ആ പറഞ്ഞില്ലാന്ന് വേണ്ട. നിനക്ക് നമ്മളെ കാണുന്നതിന്റെ തീർച്ചയെന്ന് നമുക്കറിയാം. എന്നാലും നിന്റെ ഈ അവസ്ഥയിൽ നമ്മളൊന്നും വന്ന് കണ്ടില്ല പറഞ്ഞ പിന്നെ സഹോദരി അവിടെ നടക്കണേൽ എന്താ അർത്ഥം ഉള്ളത്? എന്നാലും നിനക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയായിരുന്നു. ഷാനിന്റെ എപ്പോ വിളിക്കുമ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിൽ എനിക്ക് ചെറിയ വിഷമം ഉണ്ട് കേട്ടാ. എന്നിട്ട് ഷാനി എവിടെയാളാമ? അവള് റൂമിലുണ്ട്. ഞാൻ എന്ത് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുക? നീയൊന്ന് അവളുടെ അടുത്ത് പോയിരിക്കും. എന്നിട്ടിപ്പോ അവൻ എന്താ പറയണേ? അവൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ടോ? അവനെ തിരിച്ചു വിളിക്കുന്നുണ്ടോ? എന്തിനാ അവൻ വിളിക്കുന്നത്? അവനക്ക് ഇവളിനെ വേണ്ട. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏതോ പെണ്ണായിട്ട് അവനക്കൊരു ബന്ധമുണ്ട് അത്രേ. ഒക്കെ എന്റെ തെറ്റാണ്. എന്റെ പിടിവാശിക്കാരനെ ഒരു ആലോചന വന്നപ്പോ ജോലിക്കാരനാന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. ഒന്നും ആലോചിച്ചുമില്ല. അത് കാരണം എന്റെ കുട്ടിക്ക് കുറെ അനുഭവിക്കേണ്ടി വന്നു. ആദ്യം ആദ്യമൊക്കെ നല്ല തല്ലും അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അത്രേ. അതൊന്നും അവൾ നമ്മുടെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇതും കൂടി ആയപ്പോഴേ സഹിക്കാൻ പറ്റാണ്ട് ഇറങ്ങി വന്നതാണ്. അവൾക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇത്ര ദിവസമായിട്ട് അവൻ ഫോണിൽ കൂടിയും കൂടി ഒന്നും വിളിച്ചിട്ടും കൂടി ഇല്ല. പിന്നെ എന്തിനാ ഞാൻ അവളെ അങ്ങോട്ട് വിട്ടാക്കുന്നത്? ഒക്കെ എന്റെ തെറ്റാണ്. നമ്മൾ മരിക്കും വരെ നമ്മുടെ കുട്ടി നമുക്കൊരു ബാധ്യതയൊന്നുമല്ല. അവളിവിടെ ഇരിക്കട്ടെ. പിന്നെ എന്താ പറഞ്ഞ എന്റെ ഈ പിടിവാശിക്കാരൻ അതൊക്കെ വന്നില്ലേന്ന് ആലോചിക്കുമ്പോഴാണ്. ഷാനി